പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കൈ-സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടാണ്. കൈ-സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനും കൈ-സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റിയും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് കൈ-സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ, കൈ-സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ അപ്ലിക്കേഷൻ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. കൈ-സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. അപ്പോൾ ഫിറ്റിങ്ങിൽ കൈ-സ്ക്വയർ ടെസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്, അതായത് ആട്രിബ്യൂട്ട്സിൻ്റെ ഇൻഡിപെൻഡൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ-സ്ക്വയർ ഉപയോഗിക്കുന്നത്, കൈ-സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ടിൻ്റെ ടെസ്റ്റ് ഉണ്ട്, ഈ കൈ-സ്ക്വയർ ടെസ്റ്റ് ലാസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ഈ കൈ-സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ കൈ-സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ആട്രിബ്യൂട്ടുകളുടെ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യുന്നത് കൈ-സ്ക്വയർ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. മൂന്നാമത്തെ പറയുന്നത് ദ വേരിയൻസ് ഓഫ് എ സിംഗിൾ പോപ്പുലേഷൻ ഈക്വൽസ് എ ഗിവൺ വാല്യൂ. സിംഗിൾ പോപ്പുലേഷൻ്റെ വേരിയൻസ് ഒരു ഗിവൺ വാല്യൂവിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി കൈ-സ്ക്വയർ ടേബിൾ നമുക്ക് നോക്കാം. കൈ-സ്ക്വയർ ടേബിൾ ഓഫ് കൈ-സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. Chi-square table contains the chi-square values for particular value of significance level alpha for different degrees of freedom. DF എന്ന് പറഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഈ chi-square ടേബിൾ എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ആൽഫയുടെ വിലയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അടങ്ങുന്ന ഒരു വിലകളാണ്. അതാണ് chi-square വിലകൾ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇവിടെ 1 മുതൽ 30 വരെ ആണ് തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 0.005, 0.01, 0.025 അങ്ങനെ എത്ര വരെയുണ്ട്? ആൽഫ എത്ര വരെയുണ്ട്? 0.995 വരെ ഉണ്ട്. ആക്ച്വലി ആൽഫ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ കൈ-സ്ക്വയറിൻ്റെ വിലയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് ആൽഫയുടെ വില 0.1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 ആണെങ്കിൽ എന്നാൽ നമ്മളെങ്ങനെയാണ് കൈ-സ്ക്വയറിൻ്റെ വില കണ്ടുപിടിക്കുന്നത്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ 5 നേരെ ആൽഫയുടെ വില 0.5 ആണെന്ന് വിചാരിക്കുക. 0.5 ആണെങ്കിൽ അതിന് നേരെ വരുന്ന വില 11.0705 ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഫോർ ആൽഫ ഈക്വൽ ടു 0.05 ആൻഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 ദ വാല്യൂ ഓഫ് കൈ-സ്ക്വയർ ഈക്വൽ ടു, നമുക്ക് നോക്കാം. ആൽഫയുടെ വില 0.05 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 ആകുമ്പോൾ എത്ര ആണ്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 ആൽഫയുടെ വില 0.05 എന്ന് പറഞ്ഞാൽ ഇവിടെ 4ാമത്തെ കോളം. അപ്പോൾ എത്രയാണ്? 11.0705. അതല്ലേ ഇവിടെ വില എഴുതിയിട്ടുള്ളത്? 11 കണ്ടില്ലേ? 11.07. അതിന് നമുക്ക് നൊട്ടേഷൻ പ്രകാരം എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് പി ഓഫ് chi-square 5 ഗ്രേറ്റർ ദാൻ 11.07 ഈക്വൽ ടു 0.05 എന്ന് എഴുതാം. അതായത് പ്രോബിലിറ്റി ഓഫ് chi-square 5 എന്ന് പറഞ്ഞാൽ chi-square സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഗ്രേറ്റർ ദാൻ 11.07, അതായത് 11.07നെക്കാളും വരുന്ന chi-squareൻ്റെ വില 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് എത്രയാണ്? 0.05 ആണ്. അത് ആ ഏരിയനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ടേബിൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. കണ്ടില്ലേ? ആൽഫയുടെ വില ആൽഫ ഈക്വൽ ടു 0.05 ആ ഏരിയയാണ് ഉദ്ദേശിക്കുന്നത്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5ഉം പിന്നെ chi-squareൻ്റെ വില 11.07 ആണ്. അപ്പോൾ ആൽഫയുടെ വില എത്ര കിട്ടുന്നത്? 0.05 കിട്ടുന്നു. ഇനി അത് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് chi-square ഈഫ്, അതിൽ ഒന്നാമത്തത് പി ഓഫ് chi-square 10 ഗ്രേറ്റർ ദാൻ chi-square ഈക്വൽ ടു 0.1. അപ്പോൾ chi-squareൻ്റെ വില നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആൽഫയുടെ വില 0.1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക്. 0.1 ആൽഫയുടെ വില 0.1 ആണ്. അതേപോലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 10. അപ്പോൾ അതെത്ര നോക്ക്? 0.1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 10. അപ്പോൾ 15.98 രണ്ട് ഫിഗർ എടുത്താൽ മതി. 15.98 അല്ലേ നോക്കിക്കോളൂ. അതാണ് ഇതിന് 15.98 അതിന് അടുത്ത് 5 കൂടുതലായതുകൊണ്ട് 9.9 15.99 ഒന്നാമത്തെ ആൻസർ. അതേപോലെ ബിയുടെ ആൻസർ എത്ര നോക്കണം. ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് chi-square 8 ഗ്രേറ്റർ ദാൻ chi-square ഈക്വൽ ടു 0.01. അപ്പോൾ ആൽഫയുടെ വില 0.01 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 8 ആണ്. അപ്പോൾ chi-squareൻ്റെ വില എത്ര നോക്കാം നമുക്ക്.
ആൽഫ 0.01, 0.01 രണ്ടാമത്തെ കോളം. അതേപോലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര? 8 എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് അതിൻ്റെ കൈ സ്ക്വയറിൻ്റെ വില? 20.09. അതാണോ നോക്കാം നമുക്ക്. 20.09. ഇനി മൂന്നാമത്തെ നോക്കിക്കോളൂ, കൈ സ്ക്വയർ 2 എന്ന് വെച്ചാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2ഉം കൈ സ്ക്വയറിൻ്റെ വില എത്ര കണ്ടുപിടിക്കണം. ആൽഫ എത്ര? 0.05. അപ്പോൾ 0.05 ആൽഫ ആകുമ്പോൾ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് എത്ര നോക്കാം. 0.05. നാലാമത്തെ കോളത്തിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2. അപ്പോൾ എത്രയാണ്? 5.99 കിട്ടും. അതാണോ നോക്കാം നമുക്ക്. 5.99 അതാണ് കൈ സ്ക്വയറിൻ്റെ വില. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ പറയുന്ന വിലകൾ നിങ്ങൾ കാണാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കൈ സ്ക്വയർ ഈഫ് എ പി ഓഫ് കൈ സ്ക്വയർ 15 ഗ്രേറ്റർ ദാൻ കൈ സ്ക്വയർ ഈക്വൽ ടു 0.10. സി പി ഓഫ് കൈ സ്ക്വയർ 10 ഗ്രേറ്റർ ദാൻ കൈ സ്ക്വയർ ഈക്വൽ ടു 0.01. ബി പി ഓഫ് കൈ സ്ക്വയർ 7 ഗ്രേറ്റർ ദാൻ കൈ സ്ക്വയർ ഈക്വൽ ടു 0.05. വളരെ എളുപ്പമാണ്. ആ ടേബിൾ ഉപയോഗിച്ചിട്ട്, ഈ ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാന ഭാഗത്തുണ്ട്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ വാങ്ങിയാൽ അതിലുണ്ടാവും. കൈ സ്ക്വയർ ടേബിൾ എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പോൾ കൈ സ്ക്വയർ ടേബിളിൽ എന്തൊക്കെയാണ് ഉള്ളത്? ആൽഫയുടെ വില ഉണ്ടാവും, ഇടത്തെ സൈഡിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും, അവിടെ നടുക്കി കാണുന്നത് എന്താണ്? കൈ സ്ക്വയറിൻ്റെ വിലകളാണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ടി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ടി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തതിനെ നോക്കാം. ഇഫ് സെഡ് ഈസ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആൻഡ് വൈ ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് കൈ സ്ക്വയർ വേരിയബിൾ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, then z by square root of y by root n is known as t variable or student t variable with n degrees of freedom. അപ്പോൾ z എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളും y എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് കൈ സ്ക്വയർ വേരിയബിളും ആണെന്ന് വിചാരിക്കുക. അത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് കൈ സ്ക്വയർ വേരിയബിളിൻ്റെ. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് വെച്ചാൽ z ബൈ സ്ക്വയർ റൂട്ട് ഓഫ് y ബൈ n ഈസ് നോൺ ആസ് ടി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ടി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ടി വേരിയബിൾ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആൻഡ് കൈ സ്ക്വയർ വേരിയബിൾ വിത്ത് റേഷ്യോ ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് കൈ സ്ക്വയർ വേരിയബിളാണ് ടി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ടി വേരിയബിൾ എന്ന് പറയുന്നത്. ടി വേരിയബിൾ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനാണ് ടി ഡിസ്ട്രിബ്യൂഷൻ. ടി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? വില്യം സീലി ഗോസറ്റ്. അദ്ദേഹമാണ് ടി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിച്ചത്. അയാളെ സ്റ്റുഡൻറ്റ് എന്ന പേരിൽ നാമധേയത്തിലാണ് അറിയപ്പെടുന്നത്. പെന്നെയിം സ്റ്റുഡൻറ്റ് എന്നാണ്. വില്യം സീലി ഗോസറ്റ്, WS ഗോസറ്റ് എന്ന് പറയും. WS ഗോസറ്റാണ് സ്റ്റുഡൻറ്റ് ടി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത്. ടി വേരിയബിൾ വിൽ ഫോളോ എ ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഈസ് കോൾഡ് ടി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ടി വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? ടി ഈക്വൽ ടു സെഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് y ബൈ n. സെഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ, y എന്ന് പറഞ്ഞാൽ കൈ സ്ക്വയർ വേരിയബിളാണ് വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ടി ഡിസ്ട്രിബ്യൂഷൻ. ഇഫ് ടി ഫോളോസ് ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് ടി ഈക്വൽ ടു 0. അതായത് ടി ഡിസ്ട്രിബ്യൂഷൻ്റെ അല്ലെങ്കിൽ ടി വേരിയബിളിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇ ഓഫ് ടി ഈക്വൽ ടു 0. വേരിയൻസ് ഓഫ് ടി ഈക്വൽ ടു n ബൈ n മൈനസ് 2. n എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ n ബൈ n മൈനസ് 2 ആണ് വേരിയൻസ് ഓഫ് ടി. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, n 2 വലുതാവണം. 2 ചെറുതാണെങ്കിൽ എന്തായിരിക്കും? അത് നെഗറ്റീവ് വരും. നെഗറ്റീവ് വേരിയൻസ് എന്ന് പറയുന്നത് സ്ക്വയർ ക്വാണ്ടിറ്റിയാണ്, അത് ഒരിക്കലും നെഗറ്റീവ് വരില്ല. അതേപോലെ n 2 ഈക്വൽ ആണെങ്കിൽ അത് 0 വരും. 0 കൊണ്ടുള്ള ഡിവിഷൻ നോട്ട് ഡിഫൈൻഡ്. സോ n ഗ്രേറ്റർ ദാൻ 2 എന്നുള്ള ഒരു കണ്ടീഷൻ അവിടെ ഉണ്ട്. അത് ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ടി ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് അബൌട്ട് അറ്റ് ടി ഈക്വൽ ടു 0. അപ്പോൾ ഈ ടി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സിമെട്രിക് ആണ്. അത് ടി ഈക്വൽ ടു 0 എന്ന പോയിന്റിൽ വെച്ച് സിമെട്രിക് ആണ്. മൂന്നാമത്തത് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, അതായത് ഇൻഫിനിറ്റിയിലേക്ക് n ടെൻഡ് ചെയ്യുമ്പോൾ ടി ഡിസ്ട്രിബ്യൂഷൻ ടെൻസ് ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് n ലാർജ് ആകുമ്പോൾ, n ഇൻഫിനിറ്റി ആകുമ്പോൾ ടി ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് മാറും. ദ റേഷ്യോ ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ സ്റ്റാറ്റിസ്റ്റിക്സ് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ, അത് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളാണ്, ബൈ ഇറ്റ്സ് ബൈ റൂട്ട് n to the square root of the chi-square statistics
that is square root of ns square by sigma square. Dividing with its degrees of freedom will be a t statistic having degrees of freedom n minus 1. അതായത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ റൂട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? ടി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അത് ആക്ച്വലി അതെന്താണ്? ഈ എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് കൈ സ്ക്വയർ വേരിയബിൾ ആണ്. കൈ സ്ക്വയർ വേരിയബിളാണ്. അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്തായിരിക്കും? അത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്ക്വയർ റൂട്ടായിരിക്കും, വേരിയബിളിൻ്റെ സ്ക്വയർ റൂട്ടായിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനും കൈ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ടും തമ്മിലുള്ള റേഷ്യോ ആണ് ടി ഡിസ്ട്രിബ്യൂഷൻ. That is t equal to x bar minus mu by s by square root of n minus 1 follows t n minus 1. T equal to x bar minus mu by s by root n minus 1 follows t distribution with n minus 1 degrees of freedom. അപ്പോൾ ആ ടിയെ ആ റേഷ്യോ കാണുമ്പോൾ ഇങ്ങനെ വരും. എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് എൻ ബൈ എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയറിനെ വിപുലീകരിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? ടി ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എൻ മൈനസ് 1 എന്ന് കിട്ടും, വിച്ച് ഫോളോസ് ടി എൻ മൈനസ് 1. ഇനി അപ്ലിക്കേഷൻസ്, ഇത് എവിടെയാണ് ടി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ടി സ്റ്റാറ്റിസ്റ്റിക് അപ്ലൈ ചെയ്യുന്നതെന്ന്? ടി സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് യൂസ്ഡ് ടു ടി ടെസ്റ്റ്. അത് ടി ടെസ്റ്റിൽ ടി സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ദ മീൻ of a small sample drawn from a normal distributed population when the population standard deviation is unknown. Population standard deviation നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ടി ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. The mean of a small sample drawn from a normally distributed population when the population standard deviation is unknown. മീനിൻ്റെ ഈക്വാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതാണ് അവിടെ. മീനിൻ്റെ ഒരു പർട്ടിക്കുലർ വാല്യൂ. The mean of a small sample drawn from a normally distributed population when the population standard deviation unknown. Population standard deviation unknown ആകുമ്പോൾ. രണ്ടാമത്തെ പറയുന്നത് 2 independent random samples have the same mean. 2 independent random samples have same mean. അത് 2 independent random samplesന് സെയിം മീൻ ഉണ്ടെങ്കിൽ ടി സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിക്കണം. ഇനി ടേബിൾസ് ഓഫ് ടി ഡിസ്ട്രിബ്യൂഷൻ എന്തെന്ന് നോക്കാം. ടേബിൾസ് ഓഫ് ടി ഡിസ്ട്രിബ്യൂഷൻ. ടി ഡിസ്ട്രിബ്യൂഷൻ്റെ നേരത്തെ പറഞ്ഞില്ലേ, ടി ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണ്. എബൌട്ട് ടി ഈക്വൽ ടു 0 എന്ന പോയിന്റ് നോക്കിക്കോളൂ. ഇത് ടി ആ ഒരു ആരോ വരച്ചിട്ടുണ്ടല്ലോ, അത് ആ പോയിൻ്റാണ് സിമെട്രിക് എന്ന് പറയുന്ന പോയിന്റ്. ഫോർ ആൽഫ ഈക്വൽ ടു 0.05 ആൻഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 ദ വാല്യൂ ഓഫ് ടി ഈക്വൽ ടു 2.015. അതിനെ നൊട്ടേഷൻ എങ്ങനെ സിംബോളിക്കലായിട്ട് എങ്ങനെ എഴുതുന്നത്? പി ഓഫ് ടി 5 ഗ്രേറ്റർ ദാൻ 2.015 ഈക്വൽ ടു 0.05 എന്ന് എഴുതാം. അത് 1 ടൈലാണ്. 2 ടൈലാണെങ്കിൽ പി ഓഫ് മോഡുലസ് ഓഫ് ടി 5 ഗ്രേറ്റർ ദാൻ 2.015 ഈക്വൽ ടു 2 സൈഡ് ഉണ്ടാവും. അപ്പോൾ 0.05നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 2 × 0.05 ദാറ്റ് ഈസ് 0.10. ഇത് നമുക്ക് ടി ടേബിൾ ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൽഫയുടെ വില 0.05 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5. ഇപ്പോൾ നോക്കിക്കോളൂ, ആൽഫയുടെ വില 0.05. ആൽഫയുടെ വില എത്രയാണ്? 0.05 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0.05 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5. അപ്പോൾ എത്രയാണ്? 2.571 ആണ്. 2 ടൈൽഡ് ആണെങ്കിൽ 2.01ഉം 1 ടൈലാണെങ്കിൽ 2.571 ആണ്. 2 ടൈൽഡ് ആണെങ്കിൽ മേലെയുള്ള വില 0.5 0.25 അത് നോക്കിക്കൊള്ളണം. 1 ടൈൽഡ് ആണെങ്കിൽ അതിന് താഴെയുള്ളത് നോക്കിക്കൊള്ളണം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എടുത്ത സൈഡ് ഉണ്ട്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5ന് നേരെ 1 ടൈൽ 0.05ൻ്റെ 1 ടൈൽ വാല്യൂ എത്ര നോക്കാം? 2.571. ഇവിടെ ഇത് 1 ടൈലാണോ 2 ടൈലാണോ നോക്കണം. ഇവിടെ നമുക്ക് പറയുന്നത് 1 ടൈലാണ് 2.015. ഇനി 2 ടൈലാണെങ്കിലോ 2 പോയിലാണെങ്കിൽ നമുക്ക് അതിൽ 0.10 എന്ന് കിട്ടും. 0. അതായത് ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 0.05. അപ്പോൾ അത് 2.015 തന്നെയാണ്.
2 ടൈൽ കിട്ടി, 1 ടൈലും കിട്ടി. ഇനി അത് ഉപയോഗിച്ചിട്ട് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും. P(T10 > T = 0.10). അപ്പോൾ ആൽഫയുടെ വില 0.10, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇത് മോഡ്ലസ് ഉണ്ടെങ്കിലാണ് 2 ടൈൽ കേട്ടോ. ഇവിടെ മോഡ്ലസ് ഓഫ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് 2 ടൈലായിരിക്കും, അല്ലെങ്കിൽ 1 ടൈലായിരിക്കും. അപ്പോൾ ഒന്നാമത്തത് ആൽഫയുടെ വില 0.10, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 10 ആണ്. 0.10 ആൽഫയുടെ വില അത് 1 ടൈലാണ്. അപ്പോൾ 1 ടൈലാണ് താഴെ നോക്കണം. 0.10 എന്ന് പറഞ്ഞാൽ 0.1 ആണ്. അതേപോലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര? 8. അപ്പോൾ 1.39. 8 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 10 ആണ്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 10ന് നേരെ 0.1ൻ്റെ നേരെ എത്ര ഉണ്ട് നോക്കാം. മൂന്നാമത്തെ കോളം 1.37 നോക്കിക്കോളൂ. 1.37 അല്ലേ ആൻസർ? ഇതാ 1.37. അടുത്ത രണ്ടാമത്തത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 8, 0.01. 0.01 ആണ്. 0.01ന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 7. 0.01 അത് 1 ടൈൽ തന്നെയാണ്. 0.01 ഇതാണ്. അതേപോലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര? 7 അല്ലേ പറഞ്ഞത്? 7. അപ്പോൾ 2.99. 2.99. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 8 ആണ്. 8 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 8. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 8, പിന്നെ 8 മറ്റേത് 0.01. അപ്പോൾ 2.89. 2.89 അങ്ങനെ എല്ലാം കാണാം. അതാണ് ടിയുടെ വില കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ്. അതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിലുണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കാം. ഇനി എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. സ്നെഡക്കോസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറഞ്ഞത്. സ്നെഡക്കോസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. അതിനെ പ്രൊണൗൺസിയേഷൻ പല വിധത്തിൽ പറയാൻ പറ്റും. ഇംഗ്ലീഷ് വാക്കാണ്, പേരാണ്. സ്നെഡക്കോസ് എന്നാണ് നമ്മൾ എഴുതിയ പോലെ വായിക്കുന്നുണ്ടെങ്കിൽ സ്നെഡക്കോസ് എന്ന് പറയാം. പല അധ്യാപകരും പല രീതിയിലാണ് അതിനെ പ്രൊണൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലെറ്റ് chi1² ആൻഡ് chi2² ആർ 2 ഇൻഡിപെൻഡൻറ്റ് chi² random variables with n1 and n2 degrees of freedom respectively. Then the ratio of 2 chi² variables dividing by their corresponding degrees of freedom will be an f variable with n1 and n2 degrees of freedom. അപ്പോൾ chi1² എന്ന് പറയുന്നത് ഒരു chi² വേരിയബിളാണ്. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1ഉം chi2² എന്ന് പറയുന്നത് ഒരു chi² വേരിയബിൾ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n2 ആണെങ്കിൽ എങ്കിൽ അതിൻ്റെ റേഷ്യോ വിത്ത് കറസ്പോണ്ടിങ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ അതെന്തായിരിക്കും? എഫ് വേരിയബിൾ ആയിരിക്കും. അപ്പോൾ എഫിനെ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് എഫ് = chi1²/n1/chi2²/n2. അതായത് അതിൻ്റെ റേഷ്യോ ഫോളോസ് എഫ് വേരിയബിൾ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം തന്നെ n1, n2. ഇതിന് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. എന്തുകൊണ്ടാണ് 2 അത് റേഷ്യോ ആയതുകൊണ്ടാണ്. റേഷ്യോ ഓഫ് 2 ഇൻഡിപെൻഡൻറ്റ് chi² വേരിയബിൾ ആയതുകൊണ്ടാണ്. ഇനി പ്രോപ്പർട്ടീസ് എന്ത് നോക്കാം. ഇഫ് എഫ് ഫോളോസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1, n2 ദെൻ 1/f ഫോളോസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n2, n1. അപ്പോൾ എഫ് ഫോളോസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. എഫ് എന്ന് പറയുന്നത് ഒരു എഫ് ഡിസ്ട്രിബ്യൂഷൻ n1ഉം n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ 1/f എന്തായിരിക്കും? അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നേരെ മാറും. അതായത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n2, n1 ആയിട്ട് മാറും. എഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. ഇത് പോസിറ്റീവ്ലി സ്ക്യൂഡാണ്. പോസിറ്റീവ്ലി സ്ക്യൂഡിൻ്റെ ഗ്രാഫൊക്കെ നേരത്തെ നിങ്ങൾ എങ്ങനെയെന്ന് പഠിച്ചിട്ടുണ്ട്. ആ രീതിയിലായിരിക്കും ഇതിൻ്റെ ഉള്ളത്. അടുത്ത ആസ് n1 ടെൻസ് ടു ഇൻഫിനിറ്റി ആൻഡ് n2 ടു ഇൻഫിനിറ്റി എഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ n1ഉം n2ഉം ഇൻഫിനിറ്റി ആണെങ്കിൽ n1ഉം n2ഉം ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്തായിട്ട് മാറും? നോർമൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് മാറും. അതെൻ്റെ പ്രോപ്പർട്ടീസിൽ മൂന്നാമത്തെ പ്രോപ്പർട്ടീസ്. നാലാമത്തെ പ്രോപ്പർട്ടീസ് പറയുന്നത് ഇഫ് s1² ആൻഡ് s2² ആർ ദ സാമ്പിൾ വേരിയൻസ് ഓഫ് 2 ഇൻഡിപെൻഡൻറ്റ് റാൻഡം സാമ്പിൾസ് ഓഫ് സൈസ് n1 ആൻഡ് n2 ടേക്കൺ ഫ്രം 2 നോർമൽ പോപ്പുലേഷൻസ് വിത്ത് വേരിയൻസ് σ1² ആൻഡ് σ2², ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് n(s1²/σ1²n1 - 1) n(2s2²/σ2²n2 - 1) follows f distribution with n1 - 1, n2 - 1 degrees of freedom. അപ്പോൾ s1² s2² സാമ്പിൾ വേരിയൻസ് ആണ്. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ n1ഉം n2 ആണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1ഉം n2ഉം പോപ്പുലേഷൻ വേരിയൻസ് σ1² ആൻഡ് σ2² ആണെങ്കിൽ അതിൻ്റെ റേഷ്യോ
റേഷ്യോകൾ, അതായത് സാമ്പിൾ വാരിയൻസിൻ്റെ റേഷ്യോകളും കറസ്പോണ്ടിങ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരിക്കും, റേഷ്യോസ് എന്തായിരിക്കും, അത് എഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം N1 - 1 ആൻഡ് N2 - 1 ആണ്. ഈ എഫ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിച്ചതാണ്. എഫ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിച്ചത് സ്നെഡക്കോസ് എഫ് ആണ്. അയാളുടെ ഫുൾ പേര് ജോർജ് W. സ്നെഡക്കോർ എന്നാണ്. ജോർജ് W. സ്നെഡക്കോർ. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്തെന്ന് നോക്കാം. എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ അപ്ലിക്കേഷൻ. എഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ഈക്വാലിറ്റി ഓഫ് 3 or more മീൻസ്. ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. 2 or അതിലധികമോ മീനുകളുടെ ഈക്വാലിറ്റി പരിശോധിക്കുന്ന എഫ് ഡിസ്ട്രിബ്യൂഷനാണ് വേണ്ടത്. ഈക്വാലിറ്റി ഓഫ് 2 സാമ്പിൾ വാരിയൻസ്, 2 സാമ്പിൾ വാരിയൻസിൻ്റെ ഈക്വാലിറ്റി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എഫ് ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്. ടേബിൾസ് ഓഫ് എഫ് ഡിസ്ട്രിബ്യൂഷൻ ഇതും അങ്ങനെ തന്നെ. ആൽഫയുടെ വില ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ആദ്യത്തേനും രണ്ടാമത്തേനും ഉണ്ടാവും, N1 ഉം N2 ഉണ്ടാവും. പിന്നെയോ എഫിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 ഉണ്ടാവും. നമ്മൾ എഫ് വാല്യൂ കണ്ടുപിടിക്കണം. ടേബിൾ വാല്യൂ ഇവിടെ ഉണ്ടാവും, ആൽഫ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഈ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ മേലെ കാണുന്ന ലൈനിൽ N1 ഉം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന N2 ആണ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ അതിൻ്റെ എഫ് വേല ആൽഫ നമുക്ക് ഇത് 5% ലെവലാണ് സിഗ്നിഫിക്കൻസ്. 5% ലെവൽ പറഞ്ഞാൽ 5/100 പറഞ്ഞാൽ 0.05 ആണ്. 0.05ൻ്റെ വിലയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് 0.01ൻ്റെ വിലയുണ്ട്, 1% ഉണ്ട്, 5% ഉണ്ട്. പ്രധാനപ്പെട്ട 1%ഉം 5%ആണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ നമ്മളെ ടേബിളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആൽഫയുടെ വില 0.05, N1 2, N2 4. അപ്പോൾ എഫിൻ്റെ വില എത്ര നോക്കാം. N1 2, N2 4, ആൽഫ 0.05. അതായത് ഇത് ഈ ടേബിൾ 0.05ൻ്റെ ആണ്. അപ്പോൾ N1 എത്ര, N1 2, N2 4. അത് നോക്കാം നമുക്ക്. N1 2, അതായത് രണ്ടാമത്തെ കോളത്തിൽ N2 4. അപ്പോൾ എത്ര, 6.94 കിട്ടി. അതാണോ നോക്കാം നമുക്ക്. 6.94 കണ്ടില്ലേ, എഫിൻ്റെ വില 6.94. അപ്പോൾ ഇതിനെ നൊട്ടേഷൻ പ്രകാരം എങ്ങനെ എഴുതുന്നത്, P of F 2.4. അതെന്ന് വെച്ചാൽ P of എഫിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2,4 ഗ്രേറ്റർ ദാൻ 6.94 = 0.05 എന്ന് എഴുതാം. ഇതേപോലെ എഫിൻ്റെ വില നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ. 5.12. ഇത് ആൽഫ എപ്പോഴും 0.05 തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് ടേബിൾ 0.05ൻ്റെ നമ്മൾ എടുത്തത്. അപ്പോൾ 5.12 എത്ര നോക്കാം നമുക്ക്. 5.12 N1 5, പിന്നെ N2 എത്ര, 12 പറഞ്ഞാൽ ഇത് വരും 3.11 വരും. നോക്കിക്കോളൂ, 3.11 ആണോ നോക്കിക്കോളൂ. 3.11. അടുത്തത് എത്ര, 8.15. 8.15ൻ്റെ എത്ര നോക്കാം നമുക്ക്. 8.15. ഇവിടെ 8, ആദ്യത്തെ വരി 8, രണ്ടാമത്തെ വരി 15, രണ്ടാമത്തെ ലെഫ്റ്റ് സൈഡ് 15. എത്ര വരും, 8.15. 2.64 നോക്കാം. 2.64 കണ്ടില്ലേ, 2.64. അതേപോലെ എഫിൻ്റെ വില താഴെയുള്ളതിൽ കണ്ടുപിടിക്കാം. ഇനി റിലേഷൻ ബിറ്റ്വീൻ റിലേഷൻ ബിറ്റ് സെഡ് chi² T ആൻഡ് എഫ്. സെഡ് ആൻഡ് chi² പറഞ്ഞാൽ if Z1, Z2, Zn are independent standard normal variables, Z1 square plus Z2 square plus Zn square follows chi² with n degrees of freedom. അതായത് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിൻ്റെ സ്ക്വയറിൻ്റെ സം chi² വേരിയബിൾ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ chi² ടിയും തമ്മിൽ റിലേഷൻ എന്തെന്ന്, if Z is a standard normal variable and Y is a chi² with n degrees of freedom, then their ratio, that is Z and square root of y/n will result T static. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമലിൻ്റെയും chi²ൻ്റെയും റേഷ്യോ എന്തായിരിക്കും, T സ്റ്റാറ്റിക് ആയിരിക്കും. അത് നമ്മൾ പഠിച്ചത് തന്നെയാണ്. അടുത്ത റിലേഷൻ ബിറ്റ്വീൻ chi² ആൻഡ് എഫ്. റേഷ്യോ ഓഫ്
2 chi-square variable follows F distribution. Relation between T and F എന്തെന്ന് T distribution Z by square root of chi-square by n follows Z n01 and chi-square follows chi-square n. അത് അത്ര വളരെ പ്രധാനപ്പെട്ടതല്ല. അതിൻ്റെ സ്ക്വയറിങ് ചെയ്തിട്ടാകുമ്പോൾ അതിന് ലാസ്റ്റ് കിട്ടുന്നത് എന്തെന്നാണ് ടി സ്ക്വയർ എന്ന് പറയുന്നത് എഫ് സ്റ്റാറ്റിക് എന്ന് കിട്ടും. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 n ആണ്. അപ്പോൾ അത്ര കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. പ്രൂഫൊന്നും പഠിക്കണ്ട. തിയറി ആണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ടേബിൾ നോക്കിയിട്ട് വലിയ കണ്ടുപിടിക്കാൻ പഠിക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.